നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ താരങ്ങൾക്ക് വിരുന്ന് നൽകിയിരുന്നു. രാവിലെ 6 മണിക്ക് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് താരങ്ങളും കുടുംബാംഗങ്ങളും ഈ ഒഫീഷ്യൽസും ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. മോദിക്ക് നമോ 1 എന്നെഴുതിയ ജേഴ്സി സമ്മാനിച്ചാണ് ഇന്ത്യൻ ടീം പിരിഞ്ഞത്. താരങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും അദ്ദേഹം മറന്നില്ല. മാത്രമല്ല, ടീമിനോടൊപ്പം അദ്ദേഹം ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ വ്യത്യസ്തമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ലോകകപ്പ് ട്രോഫിയിൽ സ്പർശിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. പകരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, പരിശീലകൻ രാഹുൽ എന്നിവരെ കിരീടം ഏൽപ്പിക്കുകയും മോദി അവരുടെ കൈകളിൽ പിടിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം എന്തുകൊണ്ട് ട്രോഫിയിൽ സ്പർശിച്ചിരുന്നില്ല എന്നതിന് വ്യക്തമായ കാരണമില്ല. ടീമിനോടും ട്രോഫിയോടുമുള്ള ബഹുമാന സൂചകമായി അദ്ദേഹം ചെയ്തതായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം. അത് അർഹതപ്പെട്ടവർ തന്നെയാണ് പിടിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ടീമുകളും വ്യക്തികളും നേടുന്ന ട്രോഫികളും മെഡലുകളും അത് നേടിയവർ മാത്രമേ സ്പർശിക്കാവൂ എന്ന അലിഖിത നിയമവും കണക്കിലെടുത്തിരിക്കാം. പകരം സ്ക്വാഡിനെ പ്രോത്സാഹിപ്പിക്കുവാനും മോദി മറന്നില്ല. അതേസമയം ടീം അംഗങ്ങളെ കാണാൻ അർദ്ധരാത്രി മുതൽ ആരാധകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലോകകപ്പുമായി രോഹിത് ശർമ്മയും സഞ്ജു സാംസണും അടക്കമുള്ള താരങ്ങളും പുറത്തിറങ്ങിയപ്പോൾ ആവേശം അണപൊട്ടി. 9 മണിയോടെ നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിലെത്തി വിശ്രമം തുടങ്ങി. ഹോട്ടലിലും കേക്ക് മുറിച്ച ആഘോഷം. കാത്തുകാത്തിരുന്ന കപ്പിലിൽ താരങ്ങൾ മുത്തമിടുന്ന ദൃശ്യങ്ങൾ BCCIയും പങ്കുവച്ചു. 10:30 ഹോട്ടലിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. മുംബൈയെ ഇളക്കിമറിച്ച് T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്ടറി മാർച്ച് വൻ വിജയവുമായി. മറൈൻ ഡ്രൈവിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന ബസ്സിൽ നടത്തിയ വിക്ടറി മാർച്ച് കാണാൻ ലക്ഷക്കണക്കിന് ആരാധകരാണ് മറൈൻ ഡ്രൈവിന്റെ ഇരുവശത്തുമായി തടിച്ചുകൂടിയത്. സൂചി കുത്താൻ പോലും ഇടമില്ലാതെ തടിച്ചുകൂടിയ ആരാധകർക്കിടയിലൂടെ ടീം അംഗങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ബസ് മുന്നോട്ട് പോകാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടി. വൈകിട്ട് 5 മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ച വിക്ടറി മാർച്ച് കനത്ത മഴയും ആരാധക ബാഹുല്യവും കാരണം തുടരാൻ 7 മണിയായി. മറൈൻ ഡ്രൈവിൽ നിന്ന് തുറന്ന ബസ്സിൽ തുടങ്ങിയ മാർച്ചിൽ ഇന്ത്യൻ താരങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞ ആരാധകരെ അഭിവാദ്യം ചെയ്തു. രോഹിത്തിന്റെ തോളിൽ കൈയിട്ട് ബസ്സിന്റെ മുന്നിലേക്ക് വന്ന വിരാട് കോഹ്ലിയും രോഹിത്തിന്റെ കൈപിടിച്ച ആരാധകരെ സാക്ഷിയാക്കി ഒരിക്കൽ കൂടി ലോകകപ്പ് കിരീടം ആകാശത്തേക്ക് ഉയർത്തി. ഇന്ത്യൻ ആരാധകർ വർഷങ്ങളായി കാണാൻ കൊതിച്ച ആ നിമിഷം. ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ പതാക വീശി മുന്നിൽ നിന്നപ്പോൾ വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും ഋഷഭ് പന്തും മലയാളി താരം സഞ്ജു സാംസണും എല്ലാം ആരാധകർക്കൊപ്പം ആവേശത്തിൽ പങ്കാളികളാവുകയായിരുന്നു. BCCI സെക്രട്ടറി ജയ്ഷായും വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയും കളിക്കാർക്കൊപ്പം ടീം ബസ്സിലുണ്ടായിരുന്നു. വിക്ടറി മാർച്ചിനു ശേഷം ആരാധകരെ കൊണ്ട് നിറഞ്ഞ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് താരങ്ങളെ ആദരിച്ചു. വാങ്കഡയിലെ ആയിരക്കണക്കിന് ആരാധകർക്ക് നേരെ ലോകകപ്പ് ഉയർത്തിക്കാട്ടി ഹാർദിക് തന്നെ കൂവിയവരോട് മധുരമായി പ്രതികാരവും അങ്ങ് വീട്ടി.